സിലബസ് 2020-21 ഇയർ 9th മുതൽ 12th വരെയുള്ള പോർഷൻസ് റെഡ്യൂസ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. 10th സ്റ്റാൻഡേർഡിലെ മാത്സിൽ റെഡ്യൂസ് ചെയ്ത പോർഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് കാരണം യഥാസമയം സ്കൂൾ ക്ലാസ്സസ് നടക്കാതെ വന്ന സാഹചര്യത്തിൽ CBSE 2020-21 അക്കാഡമിക് ഇയറിന് മാത്രമായി സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 30% കട്ട് ചെയ്തിട്ടാണ് CBSE റിവൈസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് ഒഴിവാക്കിയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ എക്സസൈസ് നോട്ട് ചെയ്ത് ആ പോർഷൻസ് ഒഴിവാക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. കോഴ്സ് സ്ട്രക്ചർ ഫോർ ക്ലാസ് 10th CBSE ആണ്. ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ ഒരു പോർഷനും കട്ട് ചെയ്തിട്ടില്ല, നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്. നെക്സ്റ്റ് ചാപ്റ്റർ 2 പോളിനോമിയൽസ്. പോളിനോമിയൽസിൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിമ്പിൾ പോർഷൻ ഓൺ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. നമ്മൾ ഡിവിഷൻ അൽഗോരിതം പഠിച്ചത് അത് എക്സസൈസ് 2.3 പഠിച്ചത്. ആ എക്സസൈസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല, എന്നാലും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ ഇതേ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തോളണം. അപ്പോൾ അതിന് എല്ലാ കേസിലും ഞാൻ പറയില്ല. ഓപ്ഷണൽ കേസിൽ ഏത് എക്സസൈസ് 2.3 വരുന്നതെന്ന് പറഞ്ഞാൽ ഡിവിഷൻ അൽഗോരിതം വരുന്ന ആ ക്വസ്റ്റ്യൻസ് ഓപ്ഷണലിലുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് വേണം പഠിക്കാൻ. നെക്സ്റ്റ് ചാപ്റ്റർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. അതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സസൈസ് 3.5 എന്താണ് കറസ്പോണ്ടിങ് എക്സസൈസ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വരുന്ന എക്സസൈസ് ആണ് എക്സസൈസ് 3.5. അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് 3.5 ക്യാൻ ബി ആസ്ക്ഡ് ഫോർ അതർ മെത്തേഡ് ഓഫ് സോൾവിങ്. മറ്റു മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ബോർഡിന് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3.5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ യൂസ് ചെയ്ത് ചെയ്യാം. അതുകൊണ്ട് 3.5 ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിലെ മെത്തേഡായ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റിലേറ്റഡ് ടു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ വേർഡ് പ്രോബ്ലംസിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വേർഡ് പ്രോബ്ലംസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേർഡ് പ്രോബ്ലംസ് ചാപ്റ്റർ 4 വേർഡ് പ്രോബ്ലംസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുമല്ലോ. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പഠിക്കാം. പക്ഷേ അതിൻ്റെ വേർഡ് പ്രോബ്ലംസ് ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് ചോദിക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ സിറ്റുവേഷണൽ പ്രോബ്ലംസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേർഡ് പ്രോബ്ലംസിനെയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 5. ചാപ്റ്റർ 5 അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓൺ സോൾവിങ് ഡേ ടു ഡേ ലൈഫ് പ്രോബ്ലംസ് ക്യാൻസൽഡ്. അതും ഇതുപോലെയാണ് എന്താണ് വേർഡ് പ്രോബ്ലംസ് ആണ്. ഡേ ടു ഡേ ലൈഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിറ്റുവേഷണൽ പ്രോബ്ലംസ് ആണ്. അതെല്ലാം വേർഡ് പ്രോബ്ലംസിൽ വരുന്നതാണ്. അപ്പോൾ ചാപ്റ്റർ 5 നിങ്ങൾ വേർഡ് പ്രോബ്ലംസ് ക്യാൻസൽ ചെയ്തോളണം. ബാക്കിയുള്ളത് എല്ലാം പഠിക്കണം, വേർഡ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് മാത്രം. അപ്പം അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ എന്നാലും മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം പഠിക്കുക, വേർഡ് പ്രോബ്ലംസ് മാത്രം അവോയ്ഡ് ചെയ്യുക. ചാപ്റ്റർ 6 ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസിലെ തിയറം 6.6 ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. തിയറം 6.6 The ratio of the area of two similar triangles is equal to the ratio of squares of their corresponding side എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. തിയറം 6.6 ആണ്. അതിൽ ആ തിയറവും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സസൈസും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിയറം 6.9 ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ ഓൺ വൺ സൈഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓൺ ദ അതർ 2 sides. The angle opposite to the first side is a right angle എന്ന് പറയുന്ന തിയറം, ദാറ്റ് ഈസ് തിയറം 6.9. അപ്പോൾ ഏതൊക്കെ തിയറം കട്ട് ചെയ്തിട്ടുള്ളത്? തിയറം 6.6ഉം തിയറം 6.9ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സസൈസ് 6.4 ആണ്. തിയറം 6.6 ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്സസൈസ് 6.4 ആണ്. ആ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ എക്സസൈസ് 6.5 ക്വസ്റ്റ്യൻസ് 6.5 വരുമ്പോൾ വേറെ തിയറംസും യൂസ് ചെയ്യുന്നുണ്ട്. 6.8 തിയറം അല്ല എക്സസൈസ് 6.5 വരുന്നതാണ്. അതുകൊണ്ട് എക്സസൈസ് 6.5 സെലക്റ്റീവ് ആയിട്ടുള്ള
ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ തിയറം 6.9 മാത്രമേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ട്രയാങ്കിൾസിൽ വന്നിട്ട് 6.4 കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ എക്സസൈസ് 6.5 വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്യുന്ന 6.9 തിയറം ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. 6.9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? എക്സസൈസ് 6.5 ക്വസ്റ്റ്യൻസിൽ 6.9 തിയറം വരുന്നത് മാത്രം അവോയ്ഡ് ചെയ്യുക. ബാക്കിയെല്ലാം 6.5 പഠിക്കണം. എക്സസൈസ് 6.5 പഠിക്കണം. ബാക്കി 6.9 മാത്രം ക്യാൻസൽ ചെയ്യണം. തിയറം 6.9 വരുന്നത് മാത്രം ക്യാൻസൽ ചെയ്യുക. എന്നാൽ 6.4 എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. കാരണം അത് മുഴുവനും 6.6 തിയറം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 6.4 ക്യാൻസൽ ചെയ്യാം. 6.5 പഠിച്ചിട്ട് ബാക്കി അവോയ്ഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം അവോയ്ഡ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 കോർഡിനേറ്റ് ജിയോമെട്രി ആണ്. അതിൽ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്ന ആ പോർഷൻ മാത്രം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് 7.3 കംപ്ലീറ്റ് ആയിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുന്നതാണ്. ആ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി 7.3 പോയിട്ട് ബാക്കിയുള്ളത് കോർഡിനേറ്റ് ജിയോമെട്രിയിൽ നിന്ന് പഠിച്ചാൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് തന്നെ പഠിച്ചാൽ മതി. CBSE ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും റെഡ്യൂസ്ഡ് ചെയ്ത സിലബസിൽ നിന്ന് 2020-21 എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിക്കത്തില്ല എന്ന് അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രിവൈസ് ചെയ്യുന്ന സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സാമ്പിൾ പേപ്പർ ഇറക്കും. അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഇതേ പോർഷൻസ് തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ സാമ്പിൾ പേപ്പർ പുറത്തിറക്കും. അപ്പോൾ നമുക്ക് സാമ്പിൾ പേപ്പർ നോക്കി ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. എന്തായാലും ഉറപ്പാണ് ഇത് ഈ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്ത് തന്നെ ആയിരിക്കും 2020-21 ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. Chapter 8 Introduction to Trigonometry. Motivate the ratio whichever are defined at 0 and 90 degree. റേഷ്യോസ് 0 90 ഡിഗ്രി വരുന്ന റേഷ്യോസ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് 8.3 മാത്രമാണ്. അപ്പം വലുതായിട്ട് ട്രിഗണോമെട്രിയിൽ നിന്ന് വലിയ കട്ടിങ് ഒന്നുമില്ല. ചെറിയ ഒരു ഇത് എക്സസൈസ് ആണ് എക്സസൈസ് 8.3. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചേ പറ്റൂ. ട്രിഗണോമെട്രിയിൽ ചെറിയ ഒരു ക്യാൻസലേഷൻ മാത്രമേ ഉള്ളൂ. അത് എക്സസൈസ് 8.3 മാത്രമാണ്. ദാറ്റ് ഈസ് അത് ഇൻക്ലൂഡിങ് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ആണ്. അതിൽ ആപ്ലിക്കേഷനിൽ ഒരു എക്സസൈസേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോ ചേഞ്ച്. ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിൽ ചേഞ്ച് ഒന്നുമില്ല. ചാപ്റ്റർ 10 സർക്കിൾസിലും ചേഞ്ച് ഇല്ല. അത് വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. അതൊന്നും ചേഞ്ച് ഇല്ല. ചാപ്റ്റർ 11 കൺസ്ട്രക്ഷൻസ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ടു എ ഗിവൺ ട്രയാങ്കിൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ആയിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എക്സസൈസ് 11.1 2 to 7 ക്വസ്റ്റ്യൻസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് 11.1 2 to 7 പോയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിന് വേണ്ടി പഠിക്കണം. അടുത്തതായി ചാപ്റ്റർ 12 കേസാണ്. അത് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് ആണ്. അതിലും ഒരു ചേഞ്ചും ഇല്ല. നോ ചേഞ്ച്. ഇപ്പോൾ ടെക്സ്റ്റിലുള്ള NCERT ടെക്സ്റ്റിലുള്ള എല്ലാ പോർഷനും നിങ്ങൾ പഠിക്കണം. നോ ചേഞ്ച് ആണ്. ചാപ്റ്റർ 12 ചേഞ്ച് ഒന്നുമില്ല. അടുത്തത് ചാപ്റ്റർ 13 ആണ്. ചാപ്റ്റർ 13 ഏതാണ് ചാപ്റ്റർ? സർഫസ് ഏരിയ ആൻഡ് വോളിയം. അതിൽ ഫ്രസ്റ്റം ഓഫ് എ കോൺ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫ്രസ്റ്റം ഓഫ് എ കോൺ ക്യാൻസൽ ചെയ്ത പോർഷൻ ഫ്രസ്റ്റം ഓഫ് എ കോൺ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് 13.4 അതോടൊപ്പം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫ്രസ്റ്റം ഓഫ് എ കോൺ ഇല്ല. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സസൈസ് ആയ എക്സസൈസ് 13.4 എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. ചാപ്റ്റർ 14 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒജീവാണ്. ഒജീവ് എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ പോർഷൻ വരുന്ന എക്സസൈസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണ്? എക്സസൈസ് 14.4 ആണ്. ഒജീവ് ഗ്രാഫ് ഡ്രോ ചെയ്യാനുള്ളതാണ്. ആ പോർഷൻ മാത്രം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് ചാപ്റ്റർ 15 പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല.
റെഡ്യൂസ് ചെയ്ത പോർഷൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാൻസൽഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് CBSE 2020-21 അക്കാഡമിക് ഇയറിന് വേണ്ടി മാത്രമായി റെഡ്യൂസ് ചെയ്ത പോർഷൻസ് ആണ്. ഇപ്പോൾ ചേഞ്ച് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 1, 9, 10, 12, 15. ചാപ്റ്റർ 1-ൽ ചേഞ്ച് ഇല്ല എന്നല്ല, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ കട്ട് ചെയ്തിട്ടുണ്ട്. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ അതിൽ ഞാൻ ചേഞ്ച് ഇല്ല എന്ന് പറയാൻ കാരണം യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തോന്നാണ്, HCF ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ HCF ബാക്കിയുള്ള പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലോ ഏതിലെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണം. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോർഷൻ മാത്രമേ അത് ഏത് മെത്തേഡിൽ ഫൈൻഡ് ചെയ്യുന്നുള്ള മെത്തേഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഏത് മെത്തേഡിൽ ഫൈൻഡ് ചെയ്യണം എന്നുള്ള മെത്തേഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതിലെ ക്വസ്റ്റ്യൻസ് ആയ HCF ഫൈൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന് നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് എന്ന് എഴുതിയത്. നിങ്ങളപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ അവോയ്ഡ് ചെയ്തിട്ട് പഠിക്കണം. പക്ഷെ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാണ്. ചാപ്റ്റർ 1 ആയതുകൊണ്ട് സ്കൂളിലും എല്ലാം ഓൺലൈൻ ക്ലാസ് വഴി എല്ലാവരും പഠിച്ചതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അത് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. HCF ഫൈൻഡ് ചെയ്യുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. മനസ്സിലായല്ലോ? എടുത്ത് എക്സാമിനേഷന് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അത്രയേ ഉള്ളൂ. ഈ റെഡ്യൂസ് ചെയ്ത പോർഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇതിന് വ്യക്തമായ മറുപടി ഞാൻ അതിൽ നിങ്ങൾക്ക് തരുന്നതാണ്. CBSE ക്ലാസ് 10-ൽ ചാപ്റ്റർ വൈസ് എക്സസൈസിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഉയർന്ന മാർക്ക് നേടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.